കൽപ്പറ്റയിലെ പൊതുസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യം. After some time, 200 par. അതും കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം 200-ലധികം സീറ്റുകൾ, 300-ലധികം എന്നുള്ളത് 200-ലധികമായി. And everybody saw the result of the election. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ ശേഷം നമ്മൾ എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ കണ്ടതാണ്. This was not a normal election. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല. The India Alliance had the entire media against them. ഇന്ത്യ സഖ്യത്തിന് ഈ മുഴുവൻ മാധ്യമങ്ങൾ ഇന്ത്യ സഖ്യത്തിനെതിരായിരുന്നു. The CBI, the ED, the Enforcement Directorate, the entire administration was against us. ഇതുപോലെ CBI, രാജ്യത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് തുടങ്ങി എല്ലാ സംവിധാനങ്ങളും, എല്ലാ ഭരണ സംവിധാനങ്ങളും ഇന്ത്യ മുന്നണിക്കെതിരായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. The Election Commission designed the election to suit the Prime Minister's needs. പ്രധാനമന്ത്രിയുടെ ആവശ്യങ്ങൾക്ക് തൃപ്തികരമായ രീതിയിലാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ രൂപകൽപ്പന ചെയ്തത് തന്നെ പ്രധാനമന്ത്രിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്. Months of campaigning and the final election in Varanasi. മാസങ്ങൾ നടന്ന പ്രചരണത്തിന് ശേഷമാണ് അവസാനം വാരണസിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ അത് ചിട്ടപ്പെടുത്തിയത്. The plan was a big drama. ഈ പദ്ധതി എന്ന് പറയുന്നത് ഒരു വലിയ നാടകം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുക എന്ന വലിയ പദ്ധതിയാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്. Where in the end the Prime Minister's election would take place in Varanasi. അവസാനം പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വാരണസിയിൽ നടക്കും. അങ്ങനെയാണ് ഇത് ചിട്ടപ്പെടുത്തിയത്. The Prime Minister on the last 2-3 days of the election broke the campaigning rule himself by going and meditating in Kanyakumari. അവസാനത്തെ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അദ്ദേഹം കന്യാകുമാരിയിൽ പോയി ധ്യാനം ചെയ്യുകയായിരുന്നു. Everybody else was told not to campaign and the Prime Minister was allowed full media in his meditation. എല്ലാവരോടും അവസാന തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ എല്ലാവരോടും പറഞ്ഞു പ്രചരണം നടത്താൻ പാടില്ല. പക്ഷേ പ്രധാനമന്ത്രിക്ക് മാത്രം ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ അടുത്ത് അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. And after all this effort, the Prime Minister barely escaped losing in Varanasi. പക്ഷെ നിങ്ങൾക്കറിയോ, ഇതെല്ലാം ചെയ്തതിന് ശേഷം പ്രധാനമന്ത്രി വാരണസിയിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു. In fact, the BJP lost in Ayodhya. അത് മാത്രമല്ല BJP അയോധ്യയിലും പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. They lost in Uttar Pradesh. അവർ ഉത്തർപ്രദേശിൽ പരാജയപ്പെട്ടു. And they lost because they were attacking the very idea of India. അവർ എന്തുകൊണ്ടാണ് BJP പരാജയപ്പെട്ടത് നിങ്ങൾക്കറിയാമോ? BJP പരാജയപ്പെട്ടത് ഇന്ത്യ എന്ന ആശയത്തെ അവർ ആക്രമിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. In our constitution, India is called a union of states. നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യ, ഭാരതം എന്ന് പറയുന്നത് സ്റ്റേറ്റുകളുടെ, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. India is a union of states, of languages, of history, of culture, of religion, of tradition. ഭാരതം എന്ന് പറയുന്നത് ഭാരതം വിവിധ സംസ്ഥാനങ്ങളുടെ, വിവിധ പാരമ്പര്യങ്ങളുടെ, വിവിധ ചരിത്രങ്ങളുടെ, വിവിധ സംസ്കാരങ്ങളുടെ, വിവിധ ഭാഷകളുടെ ഒരു സമ്മേളനമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. Kerala has its own language. Tamil Nadu has its language. Bengal has its own language. Each one of these states have their own culture. Every single one of them has to be respected. കേരളത്തിന് കേരളത്തിൻ്റെതായ ഭാഷയുണ്ട്, തമിഴ്നാടിന് തമിഴ്നാടിൻ്റെതായ ഭാഷയുണ്ട്, ബംഗാളിന് ബംഗാളിൻ്റെതായ ഭാഷയുണ്ട്. അതുമാത്രമല്ല ഈ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവരുടേതായ ചരിത്രവും പാരമ്പര്യവും ഉണ്ട്. ഈ എല്ലാ ചരിത്രങ്ങളും, ഈ എല്ലാ ഭാഷകളും, ഈ എല്ലാ സംസ്കാരങ്ങളും ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട്. In fact, the idea of India is the respect of the other. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന ആശയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ, മറ്റുള്ളതിനെ, അവരെ ബഹുമാനിക്കലാണ്. And the symbol of respecting the other is the Constitution of India. മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നതിന്റെ അടയാളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. This Constitution embodies the ideas, the traditions of our country. ഈ രാജ്യത്തിന്റെ ആശയങ്ങൾ, ഈ രാജ്യത്തെ രാജ്യമാക്കുന്ന ആശയം, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം, ഇതിന്റെ എല്ലാ മൂർത്തിമത് ഭാവമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. It guarantees fairness
to all histories, traditions, cultures, communities and religions. ഈ ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ സമുദായങ്ങൾക്കും, ഈ രാജ്യത്തെ എല്ലാ പാരമ്പര്യങ്ങൾക്കും, ഈ രാജ്യത്തെ എല്ലാ കൽപ്പറ്റയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഹുൽ ഗാന്ധി.